ഈ സീരീസ് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയത് കുറച്ച് പുതിയ അറിവ് മാത്രമാണെങ്കിൽ വി ആർ ഫെയിൽഡ്. കാരണം നിങ്ങൾക്ക് മറ്റൊരു 50 വിവരം നൽകുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. നിങ്ങൾ തന്നെ മറ്റു രീതിയിൽ കാണാൻ തുടങ്ങുക. ഒന്ന് ഓർത്തു നോക്ക്, നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും അത് ഞാനല്ല. പഴയ അനുഭവങ്ങൾ എങ്ങനെയാണ് സംസ്കാരം നമ്മുടെ ഉള്ളിലുള്ള പാറ്റേൺ ആയി തുടരുന്നത്, പാറ്റേൺ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ആവർത്തിച്ച ആകർഷണങ്ങളും ഇമ്പൾസസും മനസ്സിലാക്കാൻ വാസന എന്ന പുരാതന ആശയത്തെ നമ്മൾ നോക്കി. ലോകം നമ്മുടെ ശ്രദ്ധയെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രത്യാഹാര, ശ്രദ്ധയുടെ ഉടമസ്ഥാവകാശം തിരിച്ചെടുക്കുക. അസ്വസ്ഥത വരുമ്പോൾ ഓടിപ്പോകാതെ തപസ്, ശരിയായ അസൗകര്യത്തിനുള്ളിൽ തുടരാൻ പഠിക്കുകയാണ്. ചിതറിപ്പോകുന്ന ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ ധാരണ, ചിന്തകളുടെ പിന്നാലെ നിർബന്ധമായി പോകാതിരിക്കാൻ അവയർനെസ് വളർത്താൻ ധ്യാനം. ഫലത്തെ പിടിച്ചു നിർത്തി എനർജി കളയാതെ പ്രവൃത്തിയുടെ ക്വാളിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കർമ്മ. ലക്ഷ്യം ഉപേക്ഷിക്കാതെ ലക്ഷ്യത്തിൻ്റെ അടിമയാകാതിരിക്കാൻ വൈരാഗ്യ. മറ്റൊരാളുടെ ജീവിതം കോപ്പി ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് യോജിച്ച വഴി ഏതാണെന്ന് ചോദിക്കാൻ സ്വധർമ്മ. ആ വഴിക്ക് വ്യക്തമായിട്ട് ഡയറക്ഷൻ നൽകാൻ സങ്കല്പ. ബ്രെയിൻ, ബോഡി, അറ്റൻഷൻ, ബിഹേവിയർ, ഗോൾസ് ഇവയെ ഒരേ ദിശയിലേക്ക് കൊണ്ടുവരാൻ യോഗ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അറിയുന്നതിനെ ചെയ്യാൻ, ചെയ്യുന്നതിനെ ആവർത്തിക്കാൻ, ആവർത്തിക്കുന്നതിനെ സ്കില്ലാക്കി മാറ്റാൻ അഭ്യാസ. ഇവയെല്ലാം വേർതിരിച്ച ടെക്നിക്കായിട്ട് മാത്രം കണ്ടാൽ വീണ്ടും നമുക്ക് അറിവ് മാത്രമേ കിട്ടുള്ളൂ. ഇവയെ ഒരു സിസ്റ്റമാക്കിയിട്ട് നോക്കണം. അപ്പോൾ ഒരു അതിശക്തിയുള്ള ആർക്കിടെക്ചറായിട്ട് അതിനെ കാണാം. ആദ്യം നോട്ടീസ്. എൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, എന്ത് ചിന്ത, എന്ത് വികാരം, എന്ത് പ്രേരണ, അർജ്, എൻ്റെ ബോഡിൻ്റെ സിഗ്നൽ പിടിക്കാൻ പറ്റണം. പിന്നെ ഒന്ന് പോസ് ചെയ്യാൻ പറ്റണം. ഉടനെ പ്രതികരിക്കാതിരിക്കുക. അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചെറിയ ഇടമുണ്ടാകുന്നത്. പിന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ചൂസ് ചെയ്യുക. എൻ്റെ ലക്ഷ്യത്തിനും മൂല്യങ്ങൾക്ക് യോജിച്ച പ്രതികരണം. ഇപ്പം ഞാൻ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് തിരഞ്ഞെടുക്കണം. പിന്നെയാണ് ആക്ട്, അത് ചെയ്യുക. പിന്നെ അതിനെ ആവർത്തിക്കുക. ശരിയാണെന്ന് മനസ്സിലായാൽ ആവർത്തിക്കുക. അഭ്യാസ, വീണ്ടും വീണ്ടും വീണ്ടും. അപ്പോൾ എന്തൊക്കെയാണ്? നോട്ടീസ് ചെയ്യുക. നോട്ടീസ് ചെയ്ത ഉടനെ വേണോ വേണ്ടേ എന്നുള്ളതൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചൂസ് ചെയ്യുക, എന്നിട്ട് ആക്ട് ചെയ്യുക, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഈ മുഴുവൻ സീരീസിൽ നിന്ന് നമുക്ക് ഇന്നത്തെ മനുഷ്യനെ എടുക്കാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് മോഡൽ. ഇനി നമുക്കൊരു യഥാർത്ഥ ജീവിത സാഹചര്യത്തിൽ നോക്കിയാൽ, ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ നിങ്ങളെ ഒരാൾ വിമർശിച്ച്, പഴയ ആളാണെങ്കിൽ, ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പുള്ള ആളാണെങ്കിൽ ഉടൻ തിരിച്ചടിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാതെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ ടെൻഷനാവും. പക്ഷേ പരിശീലിച്ച മനുഷ്യൻ ശരീരത്തിൽ വരുന്ന ടെൻഷൻ ആദ്യം കാണും. അയാൾ ഒരാളിങ്ങനെ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഇതാ ഒരു പ്രശ്നം ഉണ്ടാവട്ടെ, നോട്ടീസ് ചെയ്യും. ഉടനെ പ്രതികരിക്കുകയല്ലേ ചെയ്യുന്നത്, ഒന്ന് പോസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് രീതിയിൽ ഞാനിവിടെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് തിരഞ്ഞെടുക്കും. ശാന്തമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ എന്താണ് നമ്മളോട് ചോദിക്കണം, എന്തപ്പം എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? അല്ലേ. എന്നിട്ട് നമ്മളതിനെ എന്ത് രീതിയിലാണ് അത് നമുക്ക് ഉപകാരപ്രദമായ രീതിയാണ് തിരഞ്ഞെടുത്തിട്ട് അതിലൂടെ അങ്ങനെ പ്രതികരിക്കുക. അത് അങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യണത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും ഇതേ പ്രശ്നം വരുമ്പോൾ നമ്മളിതും വീണ്ടും ആവർത്തിക്കണം അല്ലേ. അന്ന് പിന്നെ ബോധപൂർവമായിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടി വരില്ല. അതാണ് ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു മാജിക് അല്ല, ഇതന്നെ ട്രെയിനിങ്. ഇനിയിപ്പോൾ ഒരു എൻ്റർപ്രനർ, അയാൾക്ക് വലിയൊരു ഡീൽ നഷ്ടമായി. അപ്പോൾ അയാൾ അത് നോട്ടീസ് ചെയ്യണം. നോക്കിയപ്പോൾ നിരാശയുണ്ട്, ഭയമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്യല്ല, ഒന്ന് പോസ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്താ, അത് എനിക്ക് നിയന്ത്രണത്തിലുള്ള കാര്യം എന്താ, അത് തിരഞ്ഞെടുക്കണേ. അപ്പോൾ അതിൽ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഒന്ന് പരിശോധിക്കാം, പ്രപ്പോസൽ മെച്ചപ്പെടുത്താം, അടുത്ത പ്രോസ്പെക്റ്റിനെ സമീപിക്കാം. ഇതാണ് ചെയ്യേണ്ടത്, ആക്ട്. ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ, അത് ഇമോഷണലായിട്ട് പ്രതികരിക്കാതെ വീണ്ടും ഈ ആക്ഷനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളതൊരു ബിഹേവിയറാക്കി മാറ്റണം. ഇനിയിപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ സിനാരിയോ നോക്കാം. ഓക്കെ, ഒരു സ്റ്റേജിൽ നമ്മൾ പ്രസംഗിക്കാൻ വിളിച്ചു, പെട്ടെന്ന് എന്താ ഹാർട്ട് ബീറ്റ് കൂടണം. അപ്പോൾ നമ്മളാദ്യം എന്താ ചെയ്യുന്നത്, അത് നോട്ടീസ് ചെയ്യാം. എനിക്ക് പേടി വന്നിട്ടുണ്ട്, ഞാൻ പോകുന്നില്ല, ഞാൻ പ്രസംഗിക്കാൻ പോകണില്ല എന്നുള്ളത് ഉടനെ തീരുമാനിക്കില്ല. അതിനിപ്പോൾ അവരൊന്ന് പോസ് ചെയ്തിട്ട് ശ്വാസമൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് അറ്റൻഷൻ നമ്മളിൽ നിന്നെടുത്ത് ഓഡിയൻസിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റേജിൽ കയറുകയാണെന്ന് തീരുമാനിക്കുകയാണ്, ആക്ട് ചെയ്യണം. അത് നമ്മൾ വീണ്ടും ആ ഒരു പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യണം. അതൊരു ആവർത്തിക്കണം പതുക്കെ. പിന്നെ എന്തുണ്ടാവുക, ആ പുതിയ മനുഷ്യൻ രൂപപ്പെടാണ്. പിന്നെ ആൾക്ക് പേടി ഉണ്ടാവുമോ? ശീലമായി കഴിഞ്ഞാൽ പേടി ഉണ്ടാവുമോ? ഇവിടെയാണ് മോഡേൺ ന്യൂറോ സയൻസിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വീണ്ടും പ്രസക്തമാകുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റം ഒരു ഫിക്സഡ് മെഷീനല്ല. അനുഭവവും പഠനവും പരിശീലനവും അതിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം സൃഷ്ടിക്കും. സൈക്കോളജി നമ്മളെ മറ്റൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തിൻ്റെ വലിയൊരു ഭാഗം കോൺഷ്യസ് ഇൻറ്റൻഷൻ കൊണ്ട് മാത്രം നടക്കുന്നതല്ല. ഇപ്പം നമ്മൾ കോൺഷ്യസ് ആയിട്ടല്ല നമ്മുടെ സ്വഭാവത്തിൻ്റെ, നമ്മൾ അറിയുന്നില്ല, അത്
നമ്മുടെ സ്വഭാവങ്ങൾ, ഹാബിറ്റ്സ്, ലേൺഡ് അസോസിയേഷൻ. നമ്മൾ ഒരു സ്വഭാവം, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സ്വഭാവം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇമോഷണൽ റെസ്പോൺസ്, സാഹചര്യം, പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ സ്വാധീനിക്കും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു നാളെ മുതൽ ഞാൻ മാറും എന്ന് പറയുമ്പോൾ നല്ലൊരു തുടക്കമാണ്. പക്ഷേ അതൊരു സിസ്റ്റമല്ല. ഇവിടെയാണ് പുരാതന പരിശീലന പാരമ്പര്യങ്ങളുടെ ഒരു വലിയ ശക്തി ഞാൻ കാണുന്നത്. അവയിൽ പലതും വെറും ആശയങ്ങൾ പറഞ്ഞിട്ടല്ല, അവയിൽ പലതും പ്രാക്ടീസാണ്. പ്രധാനമായിട്ട് വേണ്ടത് ആശയമല്ല, അറിവല്ല, പ്രാക്ടീസാണ്. നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധനെ ട്രെയിൻ ചെയ്യാം. ബ്രീത്ത്, ശ്വാസത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ പരിശീലിക്കുന്നത്? ബ്രീത്ത് നിരീക്ഷിക്കുക. നമ്മുടെ പ്രതികരണ ഇമ്പൾസിനെ നമ്മൾ നിരീക്ഷിക്കുക. അസ്വസ്ഥതകളെ സഹിക്കുക, ശാന്തതനെ ഉപയോഗിക്കുക, റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് നടത്തുക. ഇതാണ് ഇന്നത്തെ സെൽഫ് ഡെവലപ്മെൻറ്റ് കൾച്ചറിനും നമ്മൾ ഓർക്കേണ്ടത്. മോട്ടിവേഷൻ കേൾക്കൽ മാത്രമല്ല, പ്രാക്ടീസ്. നമ്മുടെ പ്രശ്നം പലപ്പോഴും നോളജിൻ്റെ കുറവല്ല, ട്രെയിനിങ്ങിൻ്റെ കുറവാണ്. 100 മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. പ്രഷർ വന്നാൽ നെർവൽ സിസ്റ്റം പഴയ പാറ്റേണിലേക്ക് പോകും. കാരണം ബിഹേവിയർ ആയിട്ടില്ല. ഇവിടെ നമ്മൾ അറിവല്ല ജയിക്കുന്നത്, നമ്മുടെ ആ പഴയ സ്വഭാവം, നമ്മുടെ നെർവൽ സിസ്റ്റം പാറ്റേണാണ് ജയിക്കുന്നത്. അതുകൊണ്ട് പേഴ്സണൽ മെൻറ്ററിങ്ങിൽ ഞാൻ അതിനെ വേറൊരു കണ്ണിലൂടെ കാണുന്നത്, എനിക്ക് ഒരാളുടെ തലയിൽ കൂടുതൽ അറിവ് കുത്തി നിറക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് അറിവിൻ്റെ കുറവില്ല, ഒന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കുന്നത് വെച്ചാൽ നിങ്ങളെ തടയുന്ന പാറ്റേൺ എന്താണ്, നിങ്ങളുടെ പാരമ്പര്യം എന്താണ്, നിങ്ങളുടെ ടെമ്പർമെൻ്റ് എന്താണ്, നിങ്ങളെ വളർന്ന സാഹചര്യം എന്താണ്, ജീവിതാനുഭവങ്ങൾ എന്താണ്, കരുത്തെന്താണ്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ഫിയർ റെസ്പോൺസ്, നിങ്ങളുടെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ, ആഗ്രഹങ്ങൾ. കാരണം ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ഒരാളുടേത് മറ്റൊരാളുടേതും സെയിം അല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ആർക്കിടെക്ചർ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ആർക്കിടെക്ചർ മറ്റൊരാളുടെ കോപ്പിയല്ല, മറ്റൊരാളുടെ ആർക്കിടെക്ചർ അല്ല. ഒരു എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു മെൻറ്ററിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കോച്ച് ഓടിയോണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ തെറ്റായ ദിശയിൽ വർഷങ്ങൾ ഓടേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഒരു മെൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷത്തെ കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ കറക്റ്റ് ആക്ഷൻ, കൂടുതൽ ഫീഡ്ബാക്ക്, കൂടുതൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള പ്രാക്ടീസുള്ള വർഷമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഒരു വർഷത്തെ ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് സ്മാർട്ട് മൂവ്. കാരണം ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പണമല്ല, അത് ടൈമാണ്. ഏതായാലും ഇന്ന് നമുക്കൊരു പരിശീലനം നടത്താം. ഏതായാലും ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു ചോദ്യം ഒന്ന് ചോദിക്കുക. എൻ്റെ ജീവിതത്തിലെ അടുത്ത ലെവലിലേക്ക് പോകാൻ എനിക്ക് കൂടുതൽ എന്തറിയണമെന്നല്ല, ഞാൻ എന്താണ് പരിശീലിക്കേണ്ടത്, അവിടെ കുറച്ച് നേരം ഒന്ന് ചിന്തിക്കുക. ഓക്കെ, കാരണം അറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരും, പക്ഷേ പരിശീലനമാണ് ആ വെളിച്ചത്തിൽ നടക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇന്ന് ന്യൂറോ സയൻസിൻ്റെ ലാബോറട്ടറീസിൽ, സൈക്കോളജിയുടെ റിസർച്ചിൽ, മറ്റൊരു ഭാഷയിൽ നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താണ് മനസ്സ്? ശ്രദ്ധയെ എങ്ങനെ നിയന്ത്രിക്കും? ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടും? വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും? മനുഷ്യന് സ്വന്തം സ്വഭാവത്തെ എത്രത്തോളം മാറ്റാൻ കഴിയും? ഈ അന്വേഷണം അവസാനിച്ചിട്ടില്ല, എൻ്റെയും അന്വേഷണം അവസാനിച്ചിട്ടില്ല. മനുഷ്യൻ്റെ കരുത്ത്, അതിൻ്റെ കൂടുതൽ കരുത്തിലേക്ക്, ആഴത്തിലേക്ക് ഇനിയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന നിങ്ങളുടെ ലാസ്റ്റ് വേർഷൻ അല്ല, നിങ്ങൾ പരിശീലിക്കുന്ന മനുഷ്യനാണ്. നിങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അനന്തമായ മാറ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പരിശീലനത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് തലത്തിലേക്കും മാറാൻ കഴിയും.